ഇന്ന് ഒരു വർക്കിന് വരികയാണ്. ഒന്നല്ല 2 വർക്കുണ്ട്. നമുക്ക് വർക്കുള്ളത് കൊല്ലത്താണ്. കൂടെ ഇന്ന് സലാമുണ്ട്, ബാക്കിൽ 2 അനിയത്തിമാരും ഉണ്ട്. അപ്പോൾ ഒരു 5 മണിക്കൂർ ലോങ് ആയിട്ടുള്ളൊരു ട്രാവലാണ്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാണാം. വെള്ളപ്പൊക്കവും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെ റോഡ് ബ്ലോക്കാണെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ പോണ വഴിയിൽ ഉള്ള അപ്ഡേറ്റ്സ് കാണിക്കാം, വർക്കും കാണിക്കാം. അപ്പോൾ ഓക്കെ. നല്ല ഹെവി മഴ, വൈപ്പറൊക്കെ ഹൈയിലിട്ടാണത്, ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് ബ്ലറ്. നമ്മൾ ഒരുപാട് സ്പീഡ് പോകണില്ല, ഒരു 40-50 ആ ഒരു സ്പീഡ് എടുക്കണുള്ളൂ. റോഡ് ഫുള്ള് വെള്ളവും, എല്ലാ വണ്ടി ഹസാർഡ് ക്ലീനിട്ടൊക്കെ പോണത്. മുന്നോട്ടിനി എന്താവെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര കാണാം. ഇൻട്രോ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. രാവിലെ 2 വർക്ക് ഉണ്ടായിരുന്നു, 2 വർക്കും കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് അവിടെ ടൈം നമുക്ക് രണ്ടും തമ്മിലൊരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓടിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ ടാസ്ക്. അതുകൊണ്ട് തന്നെ അവിടെ വീഡിയോ എടുത്ത് നിന്നില്ല. ഞങ്ങൾ വെളുപ്പിനൊരു 3-3:30 ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി, കൊല്ലത്തെത്തി. എന്നിട്ട് പിന്നെ അവിടെ കിടന്നൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുത്ത് ഉറങ്ങാൻ പറ്റി. കാറിൽ കിടന്ന് തന്നെ ഉറങ്ങി. അതിനുശേഷം പിന്നെ അടുത്ത ലൊക്കേഷനിൽ വന്നു, അവിടെ മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് ചായ കുടിച്ചിട്ടില്ല. ഞാൻ ചായ കുടിച്ചായിരുന്നു. ഞാൻ വെളുപ്പിന് ഒരു ഓംലേറ്റും പൊറോട്ടയൊക്കെ കഴിച്ചു. ഇവന്മാരെ വിളിച്ചിട്ട് ഇവരൊക്കെ കിടന്ന് ഉറക്കമായിരുന്നു വണ്ടി കിടന്ന്. അതുകൊണ്ട് ഞാൻ പോയി കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ പിന്നെ ഒരു ബിരിയാണി വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് പോയ ഓഡിറ്റോറിയത്തിലോട്ട്, 2ാമത്തെ ഗ്രൂമിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ അടുത്ത് ജഡായിപ്പാറയുണ്ട്, അവിടെ പോകാൻ പറ്റുമോ നോക്കണം. ടൈം നോക്കിയിട്ട് പോകാം. പിന്നെ ഈ ഒരാളും കൂടി വേറെ ഇടയിലൊന്ന് കയറിയായിരുന്നു. ആള് കൂടെ വർക്ക് ചെയ്യണ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷൻ വെച്ചിട്ട് കാണാം. കണ്ണ് കാണാൻ പറ്റാത്ത മഴ ഉണ്ട. വൈപ്പർ ഹൈ സ്പീഡിൽ ഇട്ടാൽ പോലും ഒന്നും കാണില്ല. പിന്നെ സലാമ് പ്രത്യേകതരം കണ്ണടയാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് ഫോണുണ്ട്. ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി എത്രയാ 54 കിലോമീറ്റർ വരണം വൺ സൈഡ്. തിരിച്ച് 54 കിലോമീറ്റർ വേണം അവരുടെ അടുത്ത മേക്കപ്പ് ചെയ്യാനായിട്ട്. ഓരോരോ പ്രാന്ത്. അങ്ങനെ ഇവിടെ ഓഡിറ്റോറിയത്തിലെത്തി. പപ്പടോട്ട് ഇടി ഉണ്ടാക്കാതിരിക്കാൻ വന്നു മുതലായില്ലേ, മുതലായോ. ഇപ്പോൾ ഇവിടെ വലിയ കോമഡി നടന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ വെളുപ്പിന് 2 വർക്ക് ഉണ്ടായിരുന്നു. ഒരു വർക്കിൻ്റെ ലൊക്കേഷൻ 2 വർക്കും തമ്മിലൊരു 54 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോ ദൂരമുള്ളത് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ട് 2ാമത്തത് ചെയ്തിട്ട് പിന്നെ തിരിച്ചങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുപ്പിനെ വന്നിട്ട് ഫസ്റ്റ് വർക്കിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ വണ്ടി ഇട്ടിട്ട് കിടന്നുറങ്ങിയത്. അത് ഏകദേശം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് അടുത്ത ഗ്രൂമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് ഞങ്ങളിപ്പോൾ അവരുടെ ഫുഡ് കഴിക്കാൻ വന്നത്. ഞാൻ ആദ്യം വന്ന ഗ്രൂമിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെ, സെയിം ആ സ്ഥലത്ത് തന്നെ, ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. ഓരോരോ അവസ്ഥകൾ. അങ്ങനെ നീണ്ട 24 മണിക്കൂർ. കറക്റ്റ് ഇന്നലെ ഇതേ സമയത്താണ് ഇവിടുന്ന് അങ്ങടേക്ക് പോണത്. 24 മണിക്കൂർ ജേരി. ഇന്നലെ ഫുള്ള് ഞാൻ അങ്ങടേക്ക് ഓടിച്ച്, ഇങ്ങടേക്ക് ഇന്നിപ്പോൾ കുറച്ച് ഞാൻ ഓടിച്ചുള്ളൂ. ബാക്കി ഫുൾ ഡ്രൈവർ സലാമാണ് ഓടിച്ചത്. അപ്പോൾ നല്ല ഉറക്കം. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ആകെ രാവിലെ അവിടെ എത്തിയിട്ട് 2 മണിക്കൂർ അടുത്ത് കിടന്ന് ഉറങ്ങിയതാണ്. പിന്നെ വർക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ ഓട്ടം തന്നെയായിരുന്നു അവിടെ.
ഇനി വീട്ടിൽ പോയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. മൊത്തം വന്ന വഴി മഴ നിന്നിട്ടില്ല, ആകെ കുറച്ച് എല്ലായിടത്തും ഒരു ഞങ്ങൾ വന്ന ഏരിയയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറുതായിട്ട് വെള്ളം കയറിയ വെള്ളപ്പൊക്കം പ്രദേശങ്ങളുണ്ടായിരുന്നു. അതിൽ കൂടിയൊക്കെ നമ്മൾ അധികം സീരിയസ് ഇല്ലാത്തതുകൊണ്ട് ഓടിച്ചു പോന്നു. അതായത് നമ്മുടെ കുമരകം ആ ഒരു സൈഡിലായിട്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ഏരിയയിലേക്ക് തിരിഞ്ഞില്ല, നേരെ കോട്ടയം വഴി തന്നെ ചങ്ങനാശ്ശേരി വഴി തന്നെ കയറി എങ്ങടേക്ക് വന്നു. ഇപ്പോഴേ എടപ്പള്ളി എത്തി. എടപ്പള്ളിയിലായപ്പോൾ ബ്ലോക്ക്, മഴ ബ്ലോക്ക്, ഒരുപാട് കണ്ടെയ്നേഴ്സ് ഒക്കെ